അങ്ങനെ ജർമ്മനിയിൽ അങ്കമാലി മാങ്കറിയും ബീഫ് റോസ്റ്റും കൂട്ടി ഒരു ജർമ്മൻകാരൻ ആസ്വദിച്ച് ഫുഡ് കഴിക്കണണ്ട. ഇയാളുടെ പേര് വേബർ എന്നാണ് കേട്ടോ. ഇയാളുടെ അടുത്ത് ഇന്നലെ വൈകിട്ട് സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാൾക്ക് ഇന്ത്യൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു. ഞങ്ങൾ പുള്ളിക്ക് കൊടുക്കാനായിട്ട് അങ്കമാലി മാങ്കറിയും ബീഫ് റോസ്റ്റും ബട്ടർ ചിക്കനും ആട്ടാ പ്ലാൻ ചെയ്തത്. ബീഫും ചിക്കനൊക്കെ കഴുകി ക്ലീനായി വന്നപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ അങ്കമാലി മാങ്കറി ഉണ്ടാക്കിയിട്ടാ. പിന്നെ ദേ റാഷിദിന്റെ വക ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ ദേ ഓരോ പീസ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ദേ ബീഫ് റോസ്റ്റിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടാ. അങ്ങനെ എൻ്റെ വക ബീഫ് റോസ്റ്റും അമീൻ്റെ വക ഒരു പാലട പായസം ഉണ്ടാക്കിട്ടോ. ഞങ്ങൾ പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടോ പുള്ളി. റൈസ് പേപ്പറിന് എടുത്തുട്ടോ. അത് കഴിഞ്ഞ് കടുക് പൊട്ടിച്ച് താളിച്ച് വെച്ചാണ് മാങ്കറി ഞാനൊന്ന് ഇളക്കിയെടുത്തു. അങ്ങനെ ഞങ്ങൾ സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. ആദ്യം കുറച്ച് ബട്ടർ ചിക്കനും രണ്ടാമത് കുറച്ച് ബീഫ് റോസ്റ്റും മൂന്നാമത് മാങ്കറി ഞങ്ങൾ സെർവ് ചെയ്തുട്ടോ. പുള്ളിക്കാരൻ നല്ല പോലെ ആസ്വദിച്ചായിരുന്നു കേട്ടോ നമ്മുടെ ഫുഡ് കഴിച്ച്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ട് മേളിലാട്ടോ പുള്ളിക്കാരൻ താമസിക്കണേ. സംസാരത്തിന്റെ ഇടയിൽ പുള്ളിക്കാരൻ പറയണ്ടായിരുന്നു ഞങ്ങൾ കുക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ നല്ല സ്മെല്ല് ചെല്ലാറുണ്ടെന്ന്. പിന്നെയും പുള്ളി രണ്ടാമത് ഫുഡൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം കിട്ടി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മീൻ്റെ സ്പെഷ്യൽ പാലട പായസവും കുടിച്ച് പുള്ളി ഇറങ്ങി കേട്ടോ. പോകാൻ നേരത്ത് ഞങ്ങളെല്ലാവരെയും പുള്ളിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്കും വിളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പുള്ളിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ശരി എന്നാ.